ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കഴിഞ്ഞ വർഷം മെയ് 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്തു നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. IT സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾ, അക്കാദമിക് ബ്ലോക്കുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി റോജി M. ജോൺ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് സബ് സോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 3ാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 24 ലക്ഷം രൂപ കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു.
കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പെട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമുള്ള 3 പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രതിരോധശേഷിയും നവീകരണവും സഹകരണവും സുസ്ഥിരതയും കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂരിൽ ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ഇല്ലംനിറ. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ നടന്നത്. ഈ വർഷത്തെ ആദ്യ കൊയ്ത്തിലെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യകർമ്മത്തിനായുള്ള കതിർക്കറ്റുകൾ ക്ഷേത്രത്തിൽ ഇന്നലെ നേരത്തെ എത്തിയിരുന്നു. പാരമ്പര്യാവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങളാണ് ഇന്നലെ രാവിലെ കതിർക്കറ്റുകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പൂജിച്ച ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലംനിറ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരള PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSCയിൽ നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി L മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ വസ്തുത കണ്ടെത്തുക ഏറെ വെല്ലുവിളി നേരിടുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി പറഞ്ഞു. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-നെതിരെ 4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ വെയിൽസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നാളെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1ാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയൂക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കുള്ള മാതൃകയായും സുരക്ഷയുടെ ഉദാഹരണമായും ഈ സംവിധാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്,
ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.